ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്. കണവ അല്ലെങ്കിൽ കൂന്തൽ എന്നൊക്കെ പറയുന്ന മീൻ വെച്ചിട്ട് ഉള്ള ഒരു ഉലർത്താണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ബീഫ് ഉലർത്തൊക്കെ ചെയ്യുമ്പം ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാനായിട്ട് പോവാണ്. ഇവിടെ ഞാൻ ഒരു അരമുറി തേങ്ങയിലും ഇച്ചിരും കൂടെ കൂടുതൽ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ 3 വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത്. 1 കിലോ കൂന്തലിൻ്റെ അളവാണ് കാണിച്ചിരിക്കുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷം 1 കിലോ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തേങ്ങയുടെ വരെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതൊക്കെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തോണേ. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. തേങ്ങാക്കൊത്തെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഒന്ന് ചുവന്ന് തുടങ്ങിയാൽ മതി. ഞാനിവിടെ കണവയെല്ലാം വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വേവിക്കുന്നതൊക്കെ കൂടെ കാണിക്കാൻ പോയാൽ വീഡിയോ വല്ലാതെ അങ്ങ് നീണ്ടുപോകും. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ വഴറ്റി വരുന്ന സമയത്തേക്ക് കണവ ഒന്ന് വേവിച്ചെടുക്കണേ. കുക്കർ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഞാൻ കണവ വേവിച്ചെടുത്തത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുമായിരുന്നു. കണവയിലേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ കുക്കറിൻ്റെയൊക്കെ അനുസരിച്ച് ഇനി അടി പിടിക്കുമോ എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 4 വിസിലാവുമ്പോഴത്തേക്ക് കണവ നന്നായിട്ട് വെന്ത് വരും. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലും കൊടുത്താൽ മതി. പിന്നെ പ്രഷറൊക്കെ പോയിട്ട് കുക്കർ തുറന്ന് നോക്കുന്ന സമയത്ത് കുക്കറിൽ വെള്ളം നിൽപ്പുണ്ടെങ്കിൽ കുക്കർ തുറന്ന് വെച്ചിട്ട് ആ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കണേ. ആ വെള്ളം കളയരുത്. കളഞ്ഞു കഴിഞ്ഞാൽ ഈ കണവയുടെ ആ സത്തെല്ലാം ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ അത് കളയരുത്. ടേസ്റ്റ് പിന്നെ കണവയ്ക്ക് കാണത്തില്ല. വറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, ഒരു വലിയ പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഒരു വലിയ കുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും ഉണ്ട്. 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ നല്ല ഫ്രഷ് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് ചതച്ച് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയും പേസ്റ്റായിട്ട് കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടട്ടെ. വാടിയതിന് ശേഷം വേണം ഇതിലേക്ക് സവോള ചേർക്കാനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കണവ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള ഒന്ന് വഴണ്ട് വരണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട, പക്ഷെ നന്നായിട്ട് വഴണ്ട് തുടങ്ങണം കേട്ടോ. ഈ സമയത്ത് ഇതിൽ എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇത് ഇരുന്നൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് ആവശ്യത്തിന് വാടി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഒരുപാട് മസാലയൊന്നും ഇതിലേക്ക് ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ കണവ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. നമ്മളിതിൽ 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരുപാട് എരിവുള്ളതല്ല എങ്കിലും ഇപ്പം നമ്മൾ ഒത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കണവയും കൂടെ ഒക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാവേ. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല എടുക്കാം. മീനാണെങ്കിൽ നമ്മളൊരു ബീഫ് ഉലർത്തിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗരം മസാല ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. കണവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ റൗണ്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയർ പീസായിട്ട് ചെയ്യാം. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് 1 കിലോ കണവ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിതൊന്ന് വേവിച്ച് വരുമ്പം ലേശം കൂടെ ഒക്കെ വെയിറ്റ് കുറയും. പിന്നെ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സവോളയുടെ അളവ് കുറച്ചുകൂടെ ഒക്കെ കൂട്ടാവുന്നതാണ്.
കുറച്ചുകൂടെയൊക്കെ സവോള ഇതിൽ ചേരും. നമുക്കത്രയും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിതൊരു 3 സവോളയിൽ നിർത്തിയത്. ഇത് കറക്റ്റാണ്. പിന്നെ ആൾ കൂടുതലുണ്ടെങ്കിൽ തികയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എരിവ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകല്ല, കുറച്ച് വറ്റൽമുളക് ഒന്ന് ചതച്ചിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് തോന്നി കാണാൻ ഒരു ഭംഗി അത് തന്നെയായിരിക്കും. 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇപ്പോഴത്തെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ പരിപാടി. കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കേട്ടോ. ചോറിനോടൊക്കെ കഴിക്കാൻ, നല്ല ചൂട് ചോറിനോടൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. അധികം മസാല ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണവയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണവയുടെ യഥാർത്ഥ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇങ്ങനെ അധികം മസാലകളൊന്നും ഇല്ലാതെ ചെയ്ത് നോക്കണം. പിന്നെ എരിവിടുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം. ഒരുപാട് എരിവ് ഇട്ട് കഴിഞ്ഞ് പിന്നെ കഴിക്കാൻ പറ്റാതെ ഒരു പരുവത്തിലായിപ്പോൾ. അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. കുരുമുളകും വറ്റൽമുളകും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എരിവ് നോക്കിയിട്ട് ലാസ്റ്റിലാണെങ്കിലും കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ എടുത്ത് കൂടുതൽ ഇട്ട് കളയരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക്